നമസ്കാരം, മഷിത്തണ്ടിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു കർക്കിടക മാസം കൂടി വരികയാണ്. രാമനാമങ്ങളും രാമായണ ശീലികളും ഉയരുന്ന പുണ്യമാസം. കേരളത്തിലെ പരമ്പരാഗത കലണ്ടറിൻ്റെ അവസാന മാസം സാധാരണയായി കേരളത്തിലെ ഏറ്റവും ഉയർന്ന മഴക്കാലത്താണ് വരുന്നത്. ഈ കാലയളവിൽ കാലാവസ്ഥയിൽ പെട്ടെന്നുള്ള വ്യതിയാനം നമുക്ക് അനുഭവപ്പെടുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കാലയളവിൽ ഈർപ്പം വർദ്ധിക്കുന്നത് ത്രിദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു. വാത, പിത്ത, കഫ എന്നിവയുടെ തടസ്സം പ്രതിരോധശേഷി ദുർബലമാക്കുകയും ആളുകളിൽ വിവിധ രോഗങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ആയുർവേദം അനുസരിച്ച് ചികിത്സകൾക്കും മറ്റും ഏറ്റവും അനുകൂലമായ സമയമായി ഇത് കണക്കാക്കുന്നു. നാം കഴിക്കുന്നതെന്തോ അതായി മാറുന്നു. നാം എന്ന വസ്തുതയിൽ വേരൂന്നിയാണ് ആയുർവേദത്തിൻ്റെ ആഹാര സങ്കല്പങ്ങൾ. ആഹാരം ശരീരത്തിനും മനസ്സിനും പഞ്ചേന്ദ്രിയങ്ങൾക്കും തൃപ്തിയും പുഷ്ടിയും നൽകണം. കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസൃതമായി ആഹാരശീലങ്ങൾ മാറ്റുക എന്നതാണ് ആദ്യത്തെ രോഗപ്രതിരോധ പാഠം. മഴക്കാലം ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. ആഹാര, ദഹന, പാചന പ്രവർത്തനങ്ങളിലും ഈ മാന്ദ്യം ഉണ്ടാകും. ദഹിക്കാൻ എളുപ്പമുള്ളതും ദഹനരസങ്ങളുടെ ഉൽപ്പാദനവും പ്രവർത്തനവും ത്വരിതപ്പെടുത്തുന്നതുമായ ആഹാര പദാർത്ഥങ്ങൾ വേണം ഇക്കാലത്ത് കഴിക്കാൻ. പുളി, ഉപ്പുരസങ്ങൾ മുന്നിൽ നിൽക്കുന്ന ആഹാരങ്ങൾ ദഹനം വേഗത്തിലാക്കും. പാകം ചെയ്യാൻ എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഈ സമയത്ത് ഉപയോഗിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള പുരാതന ആയുർവേദ സമ്പ്രദായം വിശ്വസിക്കുന്നത് മഴക്കാലത്താണ് മനുഷ്യ ശരീരം ഏറ്റവും ദുർബലമാകുന്നതെന്നും അതിനാൽ രോഗശാന്തിക്കായി ഏർപ്പെടാൻ ഇതിലും അനുയോജ്യമായ സമയമില്ലെന്നും കണക്കാക്കപ്പെടുന്നു. ഈ കാലയളവിൽ ആയുർവേദം ഫലപ്രദമാകുന്നതിന് ഒരു കാരണം അന്തരീക്ഷം പൊടിരഹിതവും തണുത്തതുമായി തുടരുന്നു എന്നതാണ്. ഇത് മരുന്നുകളും അത്ഭുത എണ്ണകളും ഒഴുകാൻ അനുവദിക്കുന്ന സുഷിരങ്ങൾ തുറക്കുകയും അതുവഴി ശരീരത്തിൻ്റെ ആരോഗ്യവും ഊർജ്ജസ്വലതയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെയും മനസ്സിലെയും അധിക ഊർജവും വിഷവസ്തുക്കളും നീക്കം ചെയ്യാൻ കർക്കിടക മാസം ആയുർവേദത്തെ അനുവദിക്കുന്നു. ദീർഘകാല ക്ഷേമത്തിനായി ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തെ പോഷിപ്പിക്കുന്ന ഒരു പരമ്പരാഗത ചികിത്സ രീതിയാണ് കർക്കിടക ചികിത്സ. കേരളത്തിലെ സവിശേഷ സാഹചര്യങ്ങൾ കൊണ്ടും കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കൊണ്ടുമാണ് കർക്കിടകം ആരോഗ്യരക്ഷയുടെ കാലമായി മാറിയത്. ധാരാളം വിഷവസ്തുക്കൾ വേനൽക്കാലത്ത് അടിഞ്ഞുകൂടുകയും മഴക്കാലത്ത് ഇവയൊക്കെ വഷളാകുകയും ചെയ്യുന്നു. തൽഫലമായി ഇത് വാതത്തെ പ്രതികൂലമായി ബാധിച്ച് പല രോഗങ്ങളിലേക്കും നയിക്കുന്നു. ചൂടുള്ള വേനൽക്കാലത്തിന് ശേഷം പെയ്യുന്ന മഴ ഭക്ഷണങ്ങളിൽ അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും ഇത് പിത്തദോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പനി, അസിഡിറ്റി, ദഹനപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് വഴിവെക്കുന്നു. മഴക്കാലത്ത് മലീമസമായ വെള്ളവും ഭക്ഷണവും കഫദോഷത്തെ വർദ്ധിപ്പിക്കുകയും ജലദോഷം, ചുമ, അലർജി, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഈ ദോഷങ്ങളെ ശരീരത്തിൽ നിന്ന് അകറ്റാൻ കർക്കിടക ചികിത്സ സഹായിക്കുന്നു. ഈ മാസത്തെ കർക്കിടകം എന്ന് ചിലർ വിളിക്കാറുണ്ട്. എന്നാൽ ശരിയായത് കർക്കിടകം എന്നാണ്. അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നു എന്നതിനാൽ കള്ളക്കർക്കിടകം എന്നൊരു പേരുകൂടി വിളിക്കാറുണ്ട് പൂർവികർ. മഴക്കാലമായതിനാൽ കാർഷിക മേഖലയിൽ വരുമാനമൊന്നുമില്ലാത്തതിനാൽ ഇതിനെ പഞ്ഞമാസം എന്നും വിളിക്കുന്നു. വർഷം, ശരത്, ഹേമന്തം, ശിശിരം, വസന്തം, ഗ്രീഷ്മം എന്നിങ്ങനെ ഋതുക്കൾ 6 എന്നാൽ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഋതുക്കൾ ഒരുപോലെ അനുഭവപ്പെടുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴക്കാലവും ചൂടുകാലവുമാണ് കൂടുതലായും അനുഭവപ്പെടുന്നത്. എങ്കിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 4 ഋതുക്കൾ അനുഭവപ്പെടുന്നുണ്ട്. ചിങ്ങം, കന്നി, തുലാം എന്നിവ ശരത് ഋതുവും, വൃശ്ചികം, ധനു, മകരം എന്നിവ ഹേമന്ത ഋതുവും, കുംഭം, മീനം, മേടം എന്നിവ ഗ്രീഷ്മം ഋതുവായിട്ടും ഇടവം, മിഥുനം, കർക്കടകം എന്നിവ വർഷ ഋതുവായും കണക്കാക്കാം. കർക്കിടകത്തിൽ ദഹനശക്തിയും ദേഹബലവും നന്നേ കുറഞ്ഞിരിക്കും. അതിനാൽ കർക്കിടകത്തിൽ ദഹനശക്തിയെ കാത്തുരക്ഷിക്കേണ്ടതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കർക്കിടകം സീരീസ് ചെയ്യാമെന്ന് മഷിത്തണ്ട് ഉദ്ദേശിക്കുന്നു. അതിനാൽ താല്പര്യമുള്ളവർ വരും വീഡിയോകൾ കിട്ടുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം കർക്കിടകം സീരീസിൻ്റെ ഭാഗം 1 വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടി നന്ദി. சுகங்களை தருவது ராமாயண சுபகாவியம்.